ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സിൽ നിങ്ങൾ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഓഫ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇപ്പം 2 ഫാക്ടർ ഒതന്റിക്കേഷൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആരെങ്കിലുമൊക്കെ നിങ്ങളെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തടയാൻ കഴിയുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് 2 ഫാക്ടർ ഒതന്റിക്കേഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. എന്തായാലും അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് അക്കൗണ്ട് ആക്സസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് 2 ഫാക്ടർ ഒതന്റിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 2 ഫാക്ടർ ഒതന്റിക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഒതന്റിക്കേഷൻ ആപ്പ് വെച്ചിട്ട് 2 ഫാക്ടർ ഒതന്റിക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ജസ്റ്റ് ഇത് ഓഫാക്കി കൊടുക്കുക. ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. നമ്മുടെ എക്സിൻ്റെ പാസ്വേഡാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. ഇവിടെ ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ ഓഫ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എക്സിൽ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.